ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒരു സംഗീത ഗ്രൂപ്പ് അതാണ് BTS. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ വിജയത്തിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും കണ്ണീരും പരാജയങ്ങളും ഒരിക്കലും കൈവിടാത്ത സ്വപ്നങ്ങളുമുണ്ട്. ഈ വീഡിയോയിൽ BTSലെ 7 അംഗങ്ങളുടെ ജീവിതയാത്രയാണ് നാം അറിയാൻ പോകുന്നത്. 2010കളുടെ തുടക്കത്തിൽ ദക്ഷിണ കൊറിയയിലെ ഒരു ചെറിയ എന്റർടൈൻമെന്റ് കമ്പനിയായ ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റിൽ നിന്ന് 7 യുവാക്കൾ ഒരേ സ്വപ്നങ്ങളുമായി ഒന്നിച്ചു. അന്ന് ആരും ചിന്തിച്ചിരുന്നില്ല ഈ 7 പേരും ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഗീത ഗ്രൂപ്പുകളിൽ ഒന്നായി മാറുമെന്ന്. ആദ്യം തന്നെ BTSലെ ലീഡറായ കിം നാംച്യൂൺ എന്നറിയപ്പെടുന്ന ആൾ 1994 സെപ്റ്റംബർ 12 ജനിച്ച നാംച്യൂൺ ചെറുപ്പം മുതൽ പഠനത്തിൽ മികവ് പുലർത്തിയ ഒരു കുട്ടിയായിരുന്നു. പുസ്തകങ്ങൾ വായിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് ഹിപ് ഹോപ്പും റാപ്പും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി. യുവാവായിരിക്കുമ്പോൾ തന്നെ സ്വന്തമായി വരികൾ എഴുതുകയും അണ്ടർഗ്രൗണ്ട് റാപ്പർ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തെ ബിഗ് ഹിറ്റ് എന്റർടൈൻമെന്റിലേക്ക് എത്തിച്ചത്. അവിടെ വർഷങ്ങളോളം പരിശീലിച്ച ശേഷം BTSന്റെ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ലീഡർ എന്ന നിലയിൽ സംഗീതം മാത്രമല്ല, അംഗങ്ങളെ ഒരുമിച്ച് നിർത്താനും പ്രയാസകരമായ സമയങ്ങൾ അവരെ പിന്തുണയ്ക്കാനും വലിയ പങ്കുവച്ചു. അടുത്തതായി കിം സോക് ജിൻ എന്നറിയപ്പെടുന്ന 1992 ഡിസംബർ 4 ജനിച്ച ജിന്നിന്റെ ആദ്യ സ്വപ്നം ഒരു നടനാവുക എന്നതായിരുന്നു. ഒരു ദിവസം മഴയിലൂടെ നടക്കുമ്പോൾ ബിഗ് ഹിറ്റ് അദ്ദേഹത്തെ ഓഡിഷനിലേക്ക് ക്ഷണിച്ചു. പാട്ടിൽ മുൻപരിചയം കുറവാണ്. മറ്റു അംഗങ്ങളെക്കാൾ കൂടുതൽ പരിശീലിച്ച് അദ്ദേഹം തന്റെ കഴിവുകൾ വളർത്തി. ഇന്ന് അദ്ദേഹത്തിന്റെ ശബ്ദവും ആത്മവിശ്വാസവും ശിവ 1993 മാർച്ച് 9 ജനിച്ച മിനിയോഗി എന്നറിയപ്പെടുന്ന ശുക സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഗാനങ്ങൾ എഴുതുകയും സംഗീതം നിർമ്മിക്കുകയും ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ ആ സ്വപ്നങ്ങളിലേക്കുള്ള വഴി എളുപ്പമായിരുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പാർട്ട് ടൈം ജോലികൾ ചെയ്യേണ്ടി വന്നു. സംഗീതം കൊണ്ട് ജീവിതം മുന്നോട്ട് പോയില്ലെന്ന് പലരും പറഞ്ഞെങ്കിലും അദ്ദേഹം സ്വപ്നം കൈവിട്ടില്ല. ഹിറ്റിൽ ട്രെയിനിന് ശേഷം രാവും പകലും പരിശീലിച്ചു. ഇന്ന് BTSലെ പ്രധാന റാപ്പർമാരും ഗാനരചയിതാക്കളിലും സംഗീത നിർമ്മാതാക്കളിലും ഒരാളായി അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെടുന്നു. അടുത്തതായി ജംഗ് ഹോ സോക് എന്നറിയപ്പെടുന്ന ജെഹോ 1994 ഫെബ്രുവരി 18 ജനിച്ച ജെഹോ ചെറുപ്പം മുതൽ മികച്ച ഡാൻസറായിരുന്നു. നിരവധി ഡാൻസ് മത്സരങ്ങളിൽ വിജയിച്ച അദ്ദേഹം പിന്നീട് ബിഗ് ഹിറ്റിൽ ചേർന്നു. ഡാൻസിൽ മികവുണ്ടായിരുന്നെങ്കിലും റാപ്പിലും പാട്ടിലും കൂടുതൽ പരിശീലിക്കേണ്ടി വന്നു. ദിവസങ്ങളോളം പരിശീലിച്ചാണ് അദ്ദേഹം തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തിയത്. ഇന്ന് സ്റ്റേജിൽ അദ്ദേഹം കാണിക്കുന്ന ഊർജ്ജവും ആത്മവിശ്വാസവും BTSന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ്. ഹോപ്പ് എന്ന പേര് പോലെ തന്നെ ആരാധകർക്ക് പ്രതീക്ഷയും സന്തോഷവും പകരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അടുത്തതായി പാക് ജിമിൻ എന്നറിയപ്പെടുന്ന ജിമിൻ 1995 ഒക്ടോബർ 13 ജനിച്ച ജിനി ചെറുപ്പം മുതൽ നൃത്തത്തിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിച്ചു. അദ്ദേഹം സമകാലിക നൃത്തം പഠിക്കുകയും നിരവധി വേദികളിൽ പ്രകടനം നടത്തുകയും ചെയ്തു. ബിഗ് ഹിറ്റിലെ ട്രെയിനിയായ ശേഷം തന്റെ പാട്ടുകളും നൃത്തവും കൂടുതൽ മെച്ചപ്പെടുത്താൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. ചിലപ്പോൾ സ്വന്തം കഴിവുകളെക്കുറിച്ച് സംശയമുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും പരിശ്രമം നിർത്തിയില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ വികാര നിർഭരമായ പ്രകടനങ്ങൾ മനോഹരമായ ശബ്ദവും ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിക്കുന്നു. അടുത്തതായി കിം ടയോങ് എന്നറിയപ്പെടുന്ന വി 1995 ഡിസംബർ 30 ജനിച്ച വി തന്റെ ബാല്യകാലത്തിന്റെ വലിയൊരു ഭാഗവും ഗ്രാമപ്രദേശത്തിലാണ് ചെലവഴിച്ചത്. മുത്തശ്ശിക്കും ഒപ്പമായിരുന്നു അദ്ദേഹം വളർന്നത്. ചെറുപ്പം മുതൽ സംഗീതത്തോടും കലയോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സുഹൃത്തിനൊപ്പം ഓഡീഷനിൽ പോയപ്പോഴാണ് ജീവിതം മാറിയത്. അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തോട് ഓഡീഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അവസരം സ്വീകരിച്ചു, തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് BTSലെ അംഗമായും വി തന്റെ ആഴമുള്ള ശബ്ദവും വ്യത്യസ്തമായ വ്യക്തിത്വവും കൊണ്ട് ലോകമെമ്പാടും ആരാധകരെ സ്വന്തമാക്കി. അടുത്തതായി ജിയോൺ ജംഗുക്ക് എന്നറിയപ്പെടുന്ന ജംഗുക്ക് 1997 സെപ്റ്റംബർ 1 ജനിച്ച ജംഗുക്ക് ചെറുപ്പം മുതൽ സംഗീതത്തോടും പ്രകടനങ്ങളിലും താല്പര്യം പിടിച്ചിരുന്നു. ഒരു ടാലന്റ് ഷോയിൽ പങ്കെടുത്തതിനു ശേഷം നിരവധി എന്റർടൈൻമെന്റ് കമ്പനികൾ അദ്ദേഹത്തെ അവസരം നൽകി. എന്നാൽ അദ്ദേഹം ബിഗ് ഹിറ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ആറാമായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവും വ്യക്തിത്വവും ജംഗുക്കിനെ പ്രചോദിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് പെർഫോമർ, ഡാൻസർ, സിംഗർ എന്നീ നിലയിൽ വമ്പിച്ച പഠനങ്ങൾ കാഴ്ചവെച്ചു. BTS അരങ്ങേറ്റം കുറിച്ചപ്പോൾ അവർക്ക് വലിയ കമ്പനിയുടെ പിന്തുണയോ വമ്പൻ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ചെറിയ വേദികളിൽ നിന്നാണ് അവരുടെ യാത്ര തുടങ്ങിയത്. എന്നാൽ അവർ ഒരിക്കലും പരിശ്രമം നിർത്തിയില്ല. സ്വന്തം കാരണങ്ങളിലൂടെ യുവാക്കളുടെ ജീവിതം, സ്വപ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ആത്മവിശ്വാസം എന്നിവയെക്കുറിച്ചും അവർ സംസാരിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളുമുള്ള ആളുകൾ ആ സന്ദേശങ്ങളെ തോടിച്ചേർത്തു. വർഷങ്ങൾ പോയപ്പോൾ അവരുടെ ആൽബവും ഗാനങ്ങളും ലോകമെമ്പാടും സ്വീകരിക്കപ്പെട്ടു. ഇന്ന് BTS സംഗീതരംഗത്ത് മാത്രമല്ല ലോക സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. BTSന്റെ യാത്ര നമ്മെ ഒരു വലിയ പണം പഠിക്കുന്നു. സ്വപ്നങ്ങൾ എത്ര വലുതായാലും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ വിജയത്തിലെത്താം. ആരം, ജിൻ, ഷുഗ, ജെഹോപ്പ്, ജിമിൻ, വി, ജംഗുക്ക് ഈ 7 പേരുടെയും ജീവിതം അതിന്റെ തെളിവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി അറിയിക്കൂ. BTSനെ കുറിച്ച് കൂടുതൽ മലയാളം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.